ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പാൽ പുഡിങ്ങാണ് ഇന്നത്തെ റെസിപ്പി. ഇതുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ പാൽ പുഡിങ്ങിന് 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നേന്ത്രപ്പഴം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വഴകാനായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് നേന്ത്രപ്പഴം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ സെയിം പാനിൽ തന്നെ നമുക്കിനി പാൽ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കണം. കോൺഫ്ലവറിലേക്ക് ഒന്ന് കലക്കിയെടുക്കാനായിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്ത ഈ കോൺഫ്ലവറും കൂടി ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. കട്ട കെട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കോൺഫ്ലവർ പാലിലൊന്ന് കലക്കി ഒഴിച്ചു കൊടുത്തത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നതിനും കുഴപ്പമില്ല. അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. നോക്കിയേ, നന്നായിട്ട് കുറുകി വന്നു. നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ പാലിലേക്ക് നമുക്ക് വഴറ്റിയെടുത്ത് വെച്ചിരുന്ന കുറച്ച് നേന്ത്രപ്പഴവും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റൂം ടെമ്പറേച്ചർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വീണ്ടും വെക്കാം. ഈ പുഡിങ് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എപ്പോഴും കാഷ്യൂനട്ടും കൂടെ വഴറ്റി നമുക്ക് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ ബാക്കിയുള്ള നേന്ത്രപ്പഴം വഴറ്റതും കൂടെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഒന്നും കൂടി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ഈ പുഡിങ് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്തിട്ടുള്ള ഈ പുഡിങ് നമുക്ക് ഒന്ന് നോക്കാം. നല്ല തണുത്ത പാൽ പുഡിങ് നമുക്കൊന്ന് സെർവ് ചെയ്യാം. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.